ലഹരി വിൽപ്പന ശൃംഖലയിലെ മുഖ്യ ഇടനിലക്കാരി പിടിയിലായിട്ടുണ്ട്. കർണാടക സ്വദേശിനി എൽസീന സനറ്റൻ സൂസയാണ് ഉത്തര കന്നഡ ജില്ലയിൽ നിന്ന് പിടിയിലായത്. അക്കാര്യം തന്നെയാണ് നേരത്തെ ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചത്. ഈ എൽസീനെ കുറിച്ചും ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിശോധന. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, അല്പസമയം മുൻപാണ് ഈ എൽസീനയുടെ കാര്യം ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കർണാടകയിൽ പോയി, അല്ലെങ്കിൽ അവിടെ പോയി കേരള പോലീസ് നടത്തിയൊരു ദൗത്യം, അതിലാണ് പിടിയിലായത് ഇവർ എന്ന് പറയുന്നു. എന്താണ് ഈ സ്ത്രീ ഏത് രീതിയിലാണ് മയക്കുമരുന്നിന്റെ കണ്ണിയായി പ്രവർത്തിക്കുന്നത്? പ്രജിൻ, ഇതിനകത്ത് സംസ്ഥാന വ്യാപകമായിട്ട് ലഹരിക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനയും തിരിച്ചതുമൊക്കെ തുടങ്ങുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ജനുവരി മാസം ഒരു 30 ഗ്രാം MDMA പിടിച്ച ഒരു സംഭവമുണ്ട്. ഇതര സംസ്ഥാന സ്വദേശിയായിട്ടുള്ള ബുദ്ധദേവ് എന്ന് പറയുന്ന ഒരു യുവാവിനെ 30 ഗ്രാം MDMAയുമായിട്ട് പെരുന്നാട് പോലീസ് പിടികൂടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ ലഹരി വിൽപ്പന ശൃംഖലയിലെ മുഖ്യ കണ്ണിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു 35 വയസ്സുള്ള ഒരു യുവതിയെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരള പോലീസ് ഉത്തര കർണാടകയിലെത്തിയാണ് 35 വയസ്സുകാരിയായിട്ടുള്ള എൽസീന സനറ്റ സൂസൻ എന്ന് പറയുന്ന ഇതിലെ മുഖ്യ കണ്ണി യുവതിയെ പിടികൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനുള്ളിൽ നിലവിൽ ഈ ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണി 35 വയസ്സുകാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നാർക്കോട്ടിക്സ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അല്പസമയത്തിനകം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് കൂടി ഇവിടേക്ക് വരും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരിക. സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് കർണാടകയിലെത്തി ഈ പറയുന്ന ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണിയായിട്ട് പ്രവർത്തിച്ചിരുന്ന 35 വയസ്സുകാരി എൽസീന സൂസൻ സനാറ്റെ ഇവിടേക്ക് കൊണ്ടുവന്നത്. വനിതാ പോലീസും മറ്റ് പോലീസുകാരടക്കമുള്ള ആളുകൾ ചെന്നാണ് അവിടേക്ക് ഈ യുവതിയെ കൊണ്ടുവന്നത് എന്നുള്ളത് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ലഹരിക്കെതിരെ വലിയ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യ കണ്ണിയായിട്ട് പ്രവർത്തിച്ചിരുന്ന യുവതി പിടിയിലാകുന്നത്. പെരുന്നാട് 30 ഗ്രാം MDMA പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അറസ്റ്റ്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് കേസുകൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇവർ ലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുപ്രധാനമായ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഇവരെ പിടികൂടുക മാത്രമല്ല, ഇവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് നേരത്തെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. ഇത്തരം കേസുകളിൽ പ്രതികളാവുന്നവരുടെ സ്വത്തുവകകളടക്കം കണ്ടുകിട്ടും എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. അതുകൂടി തൂഫാന്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നു. പിന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള സമഗ്രമായ പരിശോധന അതും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.